ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസ ഫലം. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഉള്ള ഒരു ഉത്തമമായ ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. അപ്രതീക്ഷിതമായ വിജയങ്ങൾ തേടി വരും. എന്നിരുന്നാലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രത വേണം. അതായത് സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുക, കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുക, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരും വാക്ക് പറയുന്നവർ, ബാങ്കിങ് മേഖലകളിലും അതല്ലാതെ തന്നെ പണം കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക, മറ്റ് അസമയത്തുള്ള യാത്രകൾ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്ന സമയം. അതായത് കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ, അത് ദാമ്പത്യ കാരകനാണ്, തേജസ്സിൻ്റെയൊക്കെ ഗ്രഹമാണ്, സൗന്ദര്യത്തിൻ്റെ ഗ്രഹമാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും തേജസ് വർദ്ധിക്കുന്നതിനും ഓജസ് വർദ്ധിക്കുന്നതിനും ആകർഷണീയത വർദ്ധിക്കുന്നതിനും ഒക്കെ സൂചനയുണ്ട്. അതുമൂലം കലാകാരന്മാരായിരിക്കുന്നവർ, കലയുടെ ആവാന്തര വിഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവർ, അവർക്ക് നല്ല വിജയങ്ങൾ വന്നിച്ചു. കൂടാതെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത യുവതീ യുവാക്കളായിരിക്കുന്നവർ, അവർക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ, പെട്ടെന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു വാക്ക് പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടാകുവാൻ നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണ് വിവാഹം ആലോചിക്കുന്ന ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പെടുന്നതിനും തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. അലസത മൂലം ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് കിട്ടാതെ വരിക, ഉപരിപഠനത്തിന് വേണ്ട മാർക്ക് കിട്ടാതെ വരിക, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതിന് അധിക കൂടുതൽ സമയം പഠനത്തിനായിട്ട് മാറ്റിവെച്ചാൽ അത് പരിഹരിക്കപ്പെടും. ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് ലഭിക്കുകയും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് വിജയിക്കുവാനായിട്ടും സാധിക്കും. സുഹൃത്തുക്കൾ മൂലവും സഹോദര സ്ഥാനീയ മൂലവും സഹായങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും അധിക ധനച്ചെലവും സുഹൃത്തുക്കൾ മൂലമൊക്കെ സൂചനയായിരിക്കുന്ന സമയം. ഒരു വാഹനം വന്നു ചേരുവാനും ഗൃഹം പുതുക്കി പണിയുവാനും ഒക്കെ അനുഭവയോഗമുള്ള ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. എന്നിരുന്നാലും കടബാധ്യതകൾ അധികമാകാതെ വളരെ ശ്രദ്ധിക്കണം. ബഡ്ജറ്റ് കവിഞ്ഞു പോകാതെ. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട്. കൂടാതെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുകയും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. തൊഴിൽ രംഗത്ത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഒരു ദൈവാധീനം വർദ്ധിച്ച് പുരോഗതി പ്രാപിക്കുവാൻ യോഗമുണ്ട്. പ്രത്യേകിച്ച് സ്വന്തം നിലയ്ക്ക് ജോലികൾ ചെയ്യുന്നവരായാലും, ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരായാലും, പ്രൈവറ്റ് മേഖലയിലുള്ള ജോലി ചെയ്യുന്നവരായാലും ഒക്കെ വളരെ അഭിവൃദ്ധികൾ വന്നു ചേരും. ദൈവാധീനമുണ്ടല്ലോ. അപ്പോൾ വാഹന സംബന്ധമായ ജോലികളായാലും, ഗൃഹവുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നവരോ, ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അത് വാഹനവുമായി ബന്ധപ്പെട്ടും ഗൃഹവുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെയാണ് വസ്ത്രനിർമ്മാണവും വ്യാപാരവും വിപണനവും. അത് വലിയ ഒരു ബിസിനസ് ശൃംഖലയാണ്. ആ രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു. സർക്കാർ ജീവനക്കാർക്കും അനുകൂലമാണ്. അതുപോലെ തന്നെ വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം. തൊഴിൽ സ്ഥാനത്തെ ജലരാശി അധിപൻ്റെ പൂർണ്ണമായ ബന്ധം, സ്വന്തം നാട് വിട്ട് പഠിക്കാൻ പോയിരിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവരായാലും, മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമൊക്കെയായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായാലും അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേരുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അതുകൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്.